ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സൺഡേ ആണ് കേട്ടോ. ഞാനും ഇക്കാടെ ബ്രദറിൻ്റെ വൈഫും കൂടിയിട്ട് ഒന്ന് ലുലുവിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ നാട്ടിൽ വന്നിട്ട് ഇതുവരെ ഒന്ന് ലുലു മാളിൽ വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും 2-3 സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ലുലുവിൽ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ മെട്രോയാണ് കേട്ടോ ചൂസ് ചെയ്തത്. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്ന ഉടനെ 2 മിനിറ്റിനുള്ളിൽ തന്നെ മെട്രോ കയറി. ലുലുവിലേക്കുള്ള ട്രാവലിംഗ് ഏറ്റവും എളുപ്പവും അതേപോലെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ലൊരു വഴി മെട്രോ തന്നെയാണ് കേട്ടോ. സൺഡേ ഒരിക്കലും ലുലു ചൂസ് ചെയ്തിട്ട്, കാരണം അത്രയും തിരക്കായിരിക്കും, നമുക്കറിയുകയും ചെയ്യാം. പക്ഷേ വീക്ക് ഡേയ്സ് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ലോഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെട്രോ ഇറങ്ങി. ഞങ്ങൾ ആദ്യം ഹൈപ്പറിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയിട്ട്, പക്ഷേ അവിടുത്തെ തിരക്ക് കണ്ടിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് ജനങ്ങളായിരുന്നു. എവിടെ ചെന്നാലും 1 ഇഞ്ച് പോലും സ്ഥലം ബാക്കിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് കുറച്ച് ബ്രോസ്റ്റഡും അതേപോലെ കുബൂസ്, അമ്മൂസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി. ബില്ലടിക്കാൻ വേണ്ടിയിട്ടും അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ ലുലു ഹൈപ്പറിലുള്ള സൺഡേയിലുള്ള തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. പഠിച്ചോനെ, ആരെങ്കിലും സൺഡേ ലുലുവിൽ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. കാരണം നമുക്കൊന്നും വാങ്ങിക്കുന്നത് മാത്രമല്ലല്ലോ, അത് ബില്ലടിച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുകയും വേണ്ടേ. എല്ലായിടത്തും തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിൽ ഫുഡ് കോർട്ടിലെത്തി. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കുന്ന ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഹാസിമിന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് അങ്ങനെ കാണാതെയായിട്ടാണ്, അവന് മിസ്സായി. അങ്ങനെ ഞങ്ങൾ കുറേ ടെൻഷൻ അടിച്ച് മുകളിലുള്ള സെക്യൂരിറ്റിയുടെ അടുത്ത് ഇൻഫോം ചെയ്ത്. പക്ഷെ അവൻ ലാസ്റ്റ് 3rd ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഭയങ്കര ഒരു അത്ഭുതം. എങ്ങനെയാണ് അവൻ അവിടെ എത്തിയെന്നൊന്നും നമുക്കറിയില്ല. മുകളിലുള്ള സെക്യൂരിറ്റി ഫോട്ടോയും ആളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതനുസരിച്ച് അവർ താഴേക്ക് കണക്ഷൻ കൊടുത്തു. അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ട് 3rd ഫ്ലോറിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടി അവൻ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. അപ്പോൾ അവിടെ കുറേ പുതിയ വണ്ടികളുടെ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് മൂപ്പര് പോയതാണ്. താഴേന്ന് മുകളിലേക്ക് വരാനും കുറേ സമയം എടുത്തു. ആൾക്ക് ആ വണ്ടിയിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ വാശി എടുത്തിട്ടുണ്ടായിരുന്നു. ലുലുവിൽ ചെന്നപ്പോൾ ഹാസിമിൻ്റെ വേറൊരു ഫീസാണ് കേട്ടോ കണ്ടത്. മാനേജ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അവിടെ വഴിയിൽ ഉപേക്ഷിച്ച് ഒരു 4 മണി 4:30 തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടോ. അവിടെ നിന്ന് അസർ നിസ്കരിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അത് വാങ്ങിക്കാം. അങ്ങനെ പല പല ആഗ്രഹങ്ങളും പ്ലാനുകളൊക്കെ ആയിരുന്നു. എല്ലാം ഫ്ലോപ്പായി. ഒരു 15 മിനിറ്റ് കൊണ്ട് ആളെ തിരിച്ചു കിട്ടിയെങ്കിലും ഞങ്ങൾ 2 പേരും അനുഭവിച്ചൊരു ടെൻഷനുണ്ട്. ഞാൻ പലതും വിചാരിച്ചിട്ടാണ് കൊച്ചിനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ കാറിൽ കയറി പോയിട്ടുണ്ടാവും. അങ്ങനെ പലതും വിചാരിച്ചു. പക്ഷേ ഫൈനലി മൂപ്പരെ കിട്ടിയപ്പോൾ മൂപ്പർക്ക് വലിയ റിയാക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആളെയും കൂട്ടിയിട്ട് നേരെ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇത് പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി കൊടുത്തയക്കാന്നുള്ളൊരു പരിപാടിയിൽ തലേ ദിവസം തന്നെ ഞാൻ ചിക്കനിൽ മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് കൊടുത്തയക്കുകയും ചെയ്യുക, പിന്നെ ലഞ്ചും ആയല്ലോ എന്ന് കരുതി അങ്ങനെ രാവിലെ ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ തക്കാളി മാത്രമേ കട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, അത് കട്ട് ചെയ്തെടുത്തു. അതേപോലെ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഗരം മസാല മാത്രം ഇട്ടിട്ടുള്ള ഒരു ബിരിയാണി മസാലയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരുപാട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗരം മസാല മാത്രം ഇട്ടിട്ടും നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്ത് ചിക്കൻ മാറ്റിയിട്ട് അതിലേക്ക് എല്ലാ മസാലകളും വഴറ്റി ഗരം മസാല ഇട്ട് ചിക്കൻ്റെ പീസും ഒക്കെ ഇട്ട് ആക്കിയെടുത്തു. പക്ഷെ അപ്പോഴത്തേനും കുറച്ച് സമയം പോയിട്ടാണ്. വീഡിയോയും കൂടെ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് റൈസ് ആവാൻ വേണ്ടിയിട്ട് സമയമെടുത്തു. അങ്ങനെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് ചീസൊക്കെ വെച്ചിട്ട് ആപ്പിളും നട്ട്സൊക്കെ ആയിട്ട് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം കൊടുത്തയക്കാം, ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ ആൾക്ക് പഴം വാട്ടിയത് ഭയങ്കര ഇഷ്ടമാണ്. അത് നെയ്യിൽ വാട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ചോളും. അങ്ങനെ മൂപ്പർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ ഹാസിമ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പാടെ പുറത്തേക്ക് പോവും. പിന്നെ സൈക്കിൾ ഔട്ടി നടക്കലും പരിപാടിയൊക്കെ ആയിട്ട് അകത്തേക്ക് കയറാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആക്കാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുളിപ്പിക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ ഭയങ്കര പണിയാണ്. അങ്ങനെ ഹാസിമിനെ വിട്ട് കഴിഞ്ഞ് ഞാൻ റൈസ് വെച്ചു. റൈസ് ഇതേ മുകളിലൊന്ന് സെറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. റൈസ് ഒരുപാട് മിക്സ് ചെയ്യാതെയാണ് ഞാൻ ഹാസിമിന് കൊടുത്തയച്ചത്. കാരണം അവന് ഒരുപാട് എരിവ് വേണ്ടല്ലോ. കാരണം ഞാൻ പൊടികളൊന്നും ആഡ് ചെയ്തില്ലെങ്കിലും പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ റൈസും ബിരിയാണിയുടെ ചെറിയൊരു മസാലയും കൂടി ആയിട്ടാണ് അവന്. അങ്ങനെ 9 മണിയോടുകൂടി നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞാൻ ജിമ്മിൽ പോയി. പിന്നെ ഞാനൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഹാസിമും എത്തി. എന്നാൽ പിന്നെ അവൻ്റെ കൂടെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഹംദാനും ഹാറൂനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചിക്കൻ്റെ ലെഗ് കിട്ടാൻ വഴിയില്ല കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ചിക്കൻ്റെ ലെഗ് എടുത്തത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഹാസിമിന് പ്ലെയിൻ റൈസും കുറച്ച് മസാലയായിട്ട് അങ്ങനെയായിട്ടാണ് കൊടുത്തത്. ഹാസിമ് സ്കൂൾ വിട്ട് വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. വീടിൻ്റെ അകത്തേക്ക് കയറാറേ ഇല്ല. ആൾ പുറത്ത് സൈക്കിൾ ഔട്ടി കിടക്കലാണ്. പിന്നെ ഞാൻ നിർബന്ധിച്ച് ചിക്കനൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയതാണ് കേട്ടോ. സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചോദിക്കും സ്കൂളിലെ. പക്ഷെ നമുക്ക് മറുപടി കാര്യങ്ങളൊന്നും അവൻ്റെ അടുത്ത് നിന്ന് കിട്ടലില്ല. പിന്നെ കയ്യിലെന്നും സ്റ്റാർ ഉണ്ടാവും. അപ്പോൾ വരുമ്പോൾ തന്നെ എന്നെ ആദ്യം കാണിക്കുന്നത് സ്റ്റാറാണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസവും കൂടി മാത്രം വിടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് മന്തും കൂടി വിറ്റിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് 2-3 ദിവസത്തിനുള്ളിൽ അവൻ്റെ ടൈം കിഡ്സ് സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ടീച്ചറുടെ ഒരു ഭയങ്കര പെറ്റാണ് കേട്ടോ ആൾക്ക്. ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വന്നു കഴിഞ്ഞാൽ മിസ് എവിടെയെന്ന് ചോദിച്ച് എൻ്റെ പുറകെ കിടക്കാറുണ്ട്. ടീച്ചർക്ക് അവനെ ഭയങ്കര കാര്യമാണ്. അതേപോലെ ചേർത്ത് കുറച്ച് ദിവസത്തേക്ക് എന്നെ ചോദിച്ചിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഉമ്മ എടുത്ത് പോകണം എന്നും പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് സെറ്റായി. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കലും നല്ല കമ്പനിയായി എല്ലാവരുമായിട്ടെന്ന് പറഞ്ഞു. അവൻ OT ചെയ്തതിലുള്ള ഭയങ്കര ഒരു ചേഞ്ച്. അവൻ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കാണുമ്പോൾ ഹായ് പറയാൻ തുടങ്ങി. എല്ലാവരുമായിട്ടും ഇൻട്രാക്ഷൻ ഉണ്ട്, ഒരു ഐ കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അവനൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയ വലിയ മാളുകളിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേടിക്കേണ്ട കേട്ടോ. മാളിൻ്റെ അകത്ത് തന്നെ ഉണ്ടെങ്കിൽ മക്കൾ എന്തായാലും കിട്ടും. നമ്മൾ ഏത് ഫ്ലോറിലാണോ ഉള്ളത് അവിടുത്തെ സെക്യൂരിറ്റീനെ ഇൻഫോം ചെയ്ത് പിക്ചറും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതേപോലെ തന്നെ ലുലുവിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഏത് മാളിൻ്റെ ആണോ അതിൻ്റെ അകത്തുണ്ടെങ്കിലും നമുക്ക് എങ്ങനെയും കണ്ടുപിടിച്ച് തരും. അങ്ങനെ വലിയൊരു പേടിച്ചൊരു സൺഡേ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ബിരിയാണി കൊടുത്തില്ല. അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തത്. പ്ലെയിൻ റൈസും ബിരിയാണിയുടെ മസാലയും കുറച്ച് ആപ്പിളും പിന്നെ എള്ളുണ്ടയൊക്കെ ആയിട്ട് ലഞ്ച് ബോക്സ് ഇത് പാക്ക് ചെയ്ത് ഹാസിമിനെ വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല കേട്ടോ. കാരണം മൂപ്പർ ഇന്ന് നമ്മുടെ മോളിൽ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്. അവിടെ പോയി നല്ല പത്തിരിയും മുട്ടക്കറിയൊക്കെ തട്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ ഫുഡൊന്നും കൊടുക്കാൻ നിന്നില്ല. ആളൊരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് അങ്ങനെ പോയിട്ടാണ് അവിടെ പോണത്. അവിടുത്തെ മോളുമായിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ അവർ സ്കൂളിൽ പോണ ടൈമാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ മൂപ്പരും കയറിയിരുന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹക്ക നൂഡിൽസ് ഉണ്ടല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള നൂഡിൽസ്. ഇതിൻ്റെ കൂടെ മസാല കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മസാലയിലേക്ക് വേവിച്ച് അതങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. ഒരു 8 മിനിറ്റ് ഒക്കെ വെന്താൽ മതി. അതേപോലെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ വേവിച്ച് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചത്. ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ ടൊമാറ്റോ സോസും സോയാ സോസും മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് നമ്മളുടെ നൂഡിൽസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് വേറെ മസാല കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിനാണ്. പക്ഷേ ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹാസിമിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. നൂഡിൽസും പാസ്തയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആൾക്കിതേ കഴിക്കാൻ കൊടുത്തു. ലഞ്ച് ബോക്സിലേക്കും അത് തന്നെയാണ് എടുത്തത്. അപ്പോൾ തലേ ദിവസം ഞാനൊന്ന് നവ്യയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്ന് അന്ന് തുടങ്ങി നോട്ടം വെച്ചേക്കുന്ന ഒരു കേക്കാണിത്. ജാപ്പനീസ് ചീസ് കേക്ക്.
എൻ്റെ അമ്മ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയൊരു ലെമണിൻ്റെ ഒരു ഫ്ലേവറും കൂടിയുണ്ട്. ഇതിൻ്റെ റേറ്റ് കണ്ടിട്ട് ഇതുവരെ വാങ്ങിക്കാനൊരു പേടി പോലെയായിരുന്നു കേട്ടോ. പിന്നെ അവസാനം ഫൈനലി ആ ക്രേവിങ്സ് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയ ടേസ്റ്റ് നോക്കി. സംഭവം അടിപൊളിയായിരുന്നു. 2-3 ദിവസത്തിനുള്ളിൽ തീർക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും ചീസ് കേക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് 2-3 ദിവസത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.